എങ്ങനെയുണ്ടായിരുന്നു മെസ്സിന്റെ ഷർട്ട്? കുഞ്ഞു ഇന്ന് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവളെയും കൊണ്ട് സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. കുറച്ച് കഥകൾ പറയാറുണ്ട് ഗൈസ്. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇപ്പൊ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ പോയാൽ ഡ്യൂട്ടി ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഡ്യൂട്ടി കോളേജ് ആലോചിക്കാം. ഓക്കെ സ്വർഗത്തിലെ കട്ടും കോളേജിൽ നീ പൊക്കോ, നീ അതൊന്നും പറയില്ല. അപ്പൊ അങ്ങനെ സമയത്ത് ഡ്യൂട്ടി കോളേജിന്റെ ഒപ്പം ഒരു കോഴ്സും കൂടി പഠിക്കാൻ കൊടുത്താൽ അവൾ അത് പഠിച്ചിരുന്നോളും അല്ലെ കുഞ്ഞു? നല്ല കോഴ്സ്, നല്ല നല്ല കോഴ്സ് ഉണ്ട്. എനിക്ക് പഠിച്ചിട്ട് വലിയ വലിയ സ്ഥലങ്ങളിലെത്താം, മനസ്സിലായില്ലേ? അപ്പൊ അവളെ ഞാൻ അങ്ങോട്ടാണ് കേസ് കൊണ്ടുപോകുന്നത്. കേറ് മോളെ, ഞാൻ തുറന്നരാം. നീ കല്യാണം കഴിച്ചു ഇന്നെന്തിനാ അവിടെ കൊണ്ട് ആക്കണം? നീ ആക്കല്ല, സോ ഞാനിവിടെ എത്തിയേക്കുന്ന TIII എന്ന് പറഞ്ഞൊരു അക്കാഡമി ആയിട്ട് വന്നത്, കൊമേഴ്സ് അക്കാഡമി. സോ ഇവിടെയാണ് ഞാൻ ഡ്യൂട്ടിനും കൊണ്ടുവന്നത് ഗൈസ്. അപ്പൊ നമുക്ക് കയറാം ഗൈസ്. അപ്പൊ ഇതാക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞങ്ങളെ ഒരുപാട് ഡൗട്ടുകൾ. ഇവൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് നടക്കണം. സോ ഇവൾക്ക് ഒരു കോഴ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സോ ഞാൻ ഇപ്പോൾ ഇതാക്കുന്ന TIIIലാണ് എത്തിയിരിക്കുന്നത്. TIII കൊമേഴ്സ് അക്കാഡമിയിലാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യം ചോദിക്കുക. നിന്നെ ഇവിടെ എന്തെങ്കിലും ഞാൻ നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ നമ്മുടെ TIIIന്റെ ഷയാസ് ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ബ്രോ. സോ എനിക്ക് വേണ്ട വെച്ചാൽ ഇവളിങ്ങനെ ഫ്രീ ആയി നടക്കുന്നുണ്ട്. കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് കോളേജിൽ പോയാൽ ഒരുപാട് ടൈം ഇവൾക്കുണ്ട്. അപ്പോൾ എന്താ ബ്രോ നമുക്ക് ഇവൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു കോഴ്സ്? കാരണം ഇവള് ഉയരങ്ങളിലേക്ക് പോകണം. ഓക്കെ, എന്തായിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ? ഉയരങ്ങൾ ഏറ്റവും പീക്കിൽ തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഒക്കെ നമ്മൾ TIIIലുണ്ട്. കോമേഴ്സ് മേഖലയിലെ ടോപ്പ് പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള CA, CMA, CS, ACCA, CMAOS ഈ 5 കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നമ്മൾ നടത്തിയ കോൺവൊക്കേഷനിൽ ഇവിടുന്ന് 1000+ വിദ്യാർത്ഥികളാണ് പാസ്സായിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു കോൺവൊക്കേഷൻ സെറമണിയിൽ നിങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നീ പാസ്സാവണം. പഠിക്കാൻ റെഡി ആണെങ്കിൽ പഠിപ്പിക്കാൻ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമിക് ടീം ഉണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ 5 കോഴ്സിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നമുക്കെല്ലാം നോക്കിയിട്ട് എന്താ വെച്ചാൽ ഇതിൽ ചേരാം. നിനക്ക് ഏതാണ് ഈസി ആയാലും ആണ്, കാരണം വലിയ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, ഓവറായിട്ട് ബുദ്ധിയില്ലാത്ത. അതിലേക്ക് പറയാനുള്ള എന്താ അറിയോ, ഇതിന് പഠിക്കാൻ പണിയെടുക്കാൻ പറ്റുമോ? പണിയെടുക്കും. ഹാർഡ് വർക്കിംഗ്. അവളെ കണ്ടാറിനോട് അവള് ഭയങ്കര ഹാർഡ് വർക്കിംഗ്. സെറ്റാണ്, നോക്കേണ്ട കാര്യമൊന്നുമില്ല, സെറ്റാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്, CMA കഴിഞ്ഞ ആൾക്കാരുണ്ട്, ACCAക്കാരുണ്ട്. അപ്പൊ അവരോട് തന്നെ വേണമെങ്കിൽ ചോദിച്ചാൽ എല്ലാ ഡൗട്ടും മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? പിന്നെ ചോദിക്കാം. ഞാൻ നമ്മളെ സാറിനെ അവിടെ പിടിച്ചിരുത്തിണ്ട്. ഹായ് സാർ. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ആദർശ്. ആദർശ്. സോ എനിക്ക് അറിയേണ്ടത് ഇവളെ എനിക്കിങ്ങനെ ഉയരങ്ങളിലേക്ക് വിട്ടിട്ട് ഇവൾ ഇങ്ങനെ ജോലി ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ സാലറി തരണം. അതാകുമ്പോൾ എനിക്ക് പണിയെടുക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഗൈസ്, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക് അറിയാം എന്തൊക്കെ ഇന്ത്യൻ കോഴ്സസ് ആണ് നമ്മളെ ഡ്യൂട്ടിക്ക് ചെയ്യാൻ, ബൈദവെയുള്ള ഡ്യൂട്ടി എന്നിട്ട് വിളിക്കുക, ഡ്യൂട്ടിക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഡ്യൂട്ടിക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ കൊമേഴ്സ് ഫീൽഡിലെ ഏറ്റവും ടോപ്പ് 3 കോഴ്സസ് ആയിട്ടുള്ള CA, CMA, CS ഈ കോഴ്സസ് ഒക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. CA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ദെൻ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CS കമ്പനി സെക്രട്ടറി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് 3 കൊമേഴ്സ് ഫീൽഡിലെ കോഴ്സസ് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ 3 കോഴ്സസ് ആയിരിക്കും. ഇതെല്ലാം ഇന്ത്യയിലെ പാർലമെന്റിൽ ഒരു ആക്ട് പാസ് ചെയ്ത് ഒരു ബോർഡ് മാനേജ് ചെയ്യുന്ന കോഴ്സസ് ആണ്. ഇപ്പോൾ അതിലെ ആദ്യമേ ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ബേസിക്കലി. ഞാൻ ഈ 3 കോഴ്സസിലും അക്കൗണ്ടിങ് പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ CA കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിന് മെയിൻലി ബാക്കി എല്ലാ ഓരോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പഠിക്കുക, ഒരു ജോലി കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരി ഇവിടെ ഒരു പ്രാക്ടീസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇട്ട്, ഒരു അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, ക്ലിനിക്കൊക്കെ ഇടുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ഇട്ട് നമുക്ക് സ്റ്റാർട്ട് പ്രാക്ടീസ് ചെയ്യാം. അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ സൈനിങ് പവർ. ഇപ്പോൾ CA ആയി കഴിഞ്ഞാൽ അതിൻ്റെ സൈനിങ് പവർ ആണ് വാല്യൂ എന്നൊക്കെ പറയും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആക്ച്വലി സൈനിങ് പവർ വരുന്നത്. ഇന്ത്യയിൽ ടാക്സ് ഓഡിറ്റ്, കമ്പനി ഓഡിറ്റ്, പിന്നെ കുറേ സർട്ടിഫിക്കേഷൻ, ഇനി ടാക്സ് ഫയലിങ്സ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. CA പോലെ തന്നെ CMAക്കും CS-നും ഈ പ്രാക്ടീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. CMA ആണെങ്കിൽ ഈ കോസ്റ്റ് ഓഡിറ്റുകൾ, കാര്യങ്ങൾ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര കോസ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കോസ്റ്റ് ഓഡിറ്റ് വർക്കുകളുണ്ട്. ഇത് പ്ലസ് ടാക്സ് മാറ്റേഴ്സിൽ അവർ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ കമ്പനി ലോസ്, കമ്പനി എല്ലാ ലോസ് കംപ്ലൈ ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഓഡിറ്റുകൾ, കാര്യങ്ങൾ, കുറച്ച് സർട്ടിഫിക്കേഷൻ വർക്കുകൾ, കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഓഫീസിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എംപ്ലോയ്മെന്റിലേക്ക് വരുവാണെങ്കിൽ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് എംപ്ലോയ്മെന്റ് പോസ്റ്റായ CEO വരെ എത്താൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി. എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ക്വാളിഫിക്കേഷൻ മതി. ഒരിക്കലും ഒരു ക്വാളിഫിക്കേഷൻ
തടസ്സമാവില്ല ഓക്കെ. നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിന്. പിന്നെ ഇതിന്റെ ഓരോ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ലെവലെങ്കിലും ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു മോർ ദാൻ ഒരു MCOM ഒരു MBA ഒരു ഏൺ ചെയ്യുന്ന ലെവലിൽ ഒരു പാക്കേജ് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് ലെവലെങ്കിലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ആ ലെവലിലേക്ക് നമുക്ക് കരിയർ ഗ്രോ ചെയ്യാൻ പറ്റും. സാർ ഇപ്പോൾ ചോദിക്കില്ല, ഇവളിപ്പോൾ സയൻസ് ആണല്ലോ പഠിച്ചത്, അപ്പൊ ഇവൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ? അതോ വേറെ കൊമേഴ്സിന് മാത്രമുള്ള അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ലോ. ഇപ്പം സയൻസ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഇതിലേക്ക് വരുമ്പം ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും. അതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. പൊതുവെ ഈ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് തന്നെ വെച്ചാലും ഫൗണ്ടേഷനിൽ CA ഫൗണ്ടേഷനിൽ ടോപ്പ് വന്നത് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ 2 വർഷം എത്ര നാൾ പഠിച്ചു എന്നുള്ളതല്ല, ഇവിടെ വന്ന് എന്ത് വർക്ക് ചെയ്തു, നമ്മൾ എത്ര ഫോക്കസ്ഡ് ആയിരുന്നു, എത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു, അത് മാത്രമാണ് റിസൾട്ട്. കാരണം ഫ്രം ദ വെരി ബേസ് തൊട്ട് നമ്മൾ ഇവിടെ പഠിപ്പിച്ചാണ് എടുക്കുന്നത്. ഇപ്പം +2 എന്തെങ്കിലും പഠിച്ചു, ഡിഗ്രി എന്തെങ്കിലും പഠിച്ചു, എന്നാലും ഫ്രം ദ വെരി ബേസ് തൊട്ട് നമ്മളിവിടെ പഠിപ്പിച്ചെടുക്കുന്നു. അപ്പം പാസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ബാധകമല്ല. ഇപ്പം ഏത് കഴിഞ്ഞവർക്കും വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കാണെങ്കിൽ പോലും ഇതിനേക്ക് വേണേൽ ജോയിൻ ചെയ്യാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു ഡെഡിക്കേഷൻ, ഒരു പാഷൻ കാണിച്ചാൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് അറിയേണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ നമുക്കിതിൽ അതിനാണല്ലോ ഞാൻ പറഞ്ഞതല്ലേ ഇവള് പഠിക്കാൻ എനിക്ക് ഐ ഡോണ്ട് കെയർ ഗൈസ്. സാലറിന്റെ കാര്യത്തിലാണ് എനിക്ക് ഡൗട്ട്. അതെങ്ങനെയാണ് നമുക്ക് ഇത്രയും പഠിക്കണം? ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഇവൾക്ക് ഇപ്പം തന്നെ വയ്യാണ്ടായിരുന്നു. സിമ്പിൾ ആണ്. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, സോ നമ്മ സാലറിന്റെ കാര്യം എങ്ങനെയായിരുന്നു? സാലറി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിറങ്ങുന്ന ആളെ സംബന്ധിച്ച് അവരുടെ സ്കിൽ സെറ്റ്, അവരുടെ ആ ഒരു ഹാർഡ് വർക്ക്, ഇതാണ് മെയിൻലി. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് കൂടും. അപ്പം നമുക്കൊരു പാക്കേജ് എന്നുള്ള രീതി നമുക്ക് പറയാം. സ്റ്റാർട്ടിംഗ് പാക്കേജ് തന്നെ നിയർലി പെർ മന്ത് ഒരു lakhs അടുത്ത് തന്നെ പേയ്മെന്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മന്ത്ലി തന്നെ 10 lakhs 1 crore ഒക്കെ ഏൺ ചെയ്യുന്ന വലിയ വലിയ ഫേംസ് ഉണ്ട് എക്സ്പീരിയൻസിനനുസരിച്ച്. കാരണം ഇതിന് ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ ഇല്ല, മരണമാണ് അവരുടെ റിട്ടയർമെന്റ്. അപ്പൊ അതുവരെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പിന്നെ ഒരു സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ നമുക്ക് വേണേൽ 2-3 ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ പ്രൊഫഷന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റിൽ. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇവളിപ്പം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏകദേശം ഇപ്പൊ കഴിയാനേ, ഇപ്പം ഇത് ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണോ? ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു കറക്റ്റ് ടൈം പീരീഡ്? അതാണ് എനിക്കിപ്പം അറിയാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 കോഴ്സസും അതിന്റെ ഫസ്റ്റ് ലെവൽ, അതിന്റെ എൻട്രൻസ് 10th ക്ലിയർ ചെയ്യുന്ന സമയം തൊട്ട് SSLC കഴിഞ്ഞ സമയം തൊട്ട് വേണം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്ലൈ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളം മെച്ചം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. പ്ലസ് ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം, ഈ കോഴ്സസ് പൊതുവെ ചലഞ്ചിങ് ആണ്, ടഫ് ആണെന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ വോളിയം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 10th കഴിയുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഫസ്റ്റ് ലെവലിന് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യാം. ഒപ്പം പഠിക്കുന്ന ലെവലിൽ ഒരു സപ്പോർട്ട്, ഒരു അഡീഷണൽ സപ്പോർട്ട്, ഒരു ട്യൂഷൻ, ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, കൊമേഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ +1 +2 കൊമേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒപ്പം അതിനൊപ്പം തന്നെ ഒരു അവരുടെ +2 എക്സാമിനും സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ട്യൂഷനൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെച്ചം കിട്ടും. ഇനി അത് കഴിയുമ്പോൾ തന്നെ ഉടനെ വന്ന് ജൂണിൽ ഒരു എക്സാം വരുന്നുണ്ട് ഈ പ്രൊഫഷണൽ കോഴ്സസിൻ്റെ. 10th കഴിയുമ്പോൾ തന്നെ നമ്മളിത് രജിസ്റ്റർ ചെയ്താൽ ജൂണിൽ തന്നെ എക്സാം എഴുതി ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പം അടുത്ത ഡിസംബർ വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡിസംബർ ജനുവരി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 6 months നേരത്തെ തീർക്കാൻ പറ്റും. മനുഷ്യരുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവാൻ. അപ്പോൾ ഒരു 6 months എന്നൊക്കെ പറയുന്ന ഈ കോഴ്സിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ടൈമാണ്. അത്രയും നേരത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എനിക്ക് അറിയാനുള്ളത്, ഇനിയിപ്പോൾ ഇവളിപ്പോൾ ഡിഗ്രി പഠിക്കുകയാണല്ലോ, അപ്പൊ ഇനിയിപ്പോൾ ഡിഗ്രി ഏകദേശം കഴിയാനായി. അപ്പം ഇവൾക്ക് ഇനി ഏതാണ് കറക്റ്റ് ടൈം? ഇപ്പം ഇനി ചേരാൻ കഴിയുമോ, അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ? എപ്പോഴാണ് ഈ കോഴ്സിലേക്ക് ഇനി ചേരാൻ കഴിയുക? പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ? എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഈ 3 കോഴ്സസിൻ്റെയും ഫസ്റ്റ് ലെവൽ എൻട്രൻസ്, നമ്മളിപ്പോൾ ഒരു സയൻസ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മറ്റേ നീറ്റ് JEEയുടെ ഒക്കെ എൻട്രൻസിന് വേണ്ടി +1 +2 ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും 10th കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെവലിന് നമുക്ക് രജിസ്റ്റർ ചെയ്ത് പ്രിപ്പറേഷൻസ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്താലുള്ളൊരു മെച്ചം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ +1 +2 ഒരു 2 വർഷം നമുക്ക് ഇതിന് പഠിക്കാനുള്ളൊരു ടൈം കിട്ടും. നമുക്ക് ഈ ഒരു പൊതുവെ ഈ കോഴ്സസിന് ഒരു ചലഞ്ചിങ് ആയിട്ട് പറയുന്ന ഇതിൻ്റെ ഒരു വോളിയം. അപ്പം നമുക്ക് അതിന് കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ അത്രത്തോളം എളുപ്പമായിരിക്കും. പിന്നെ +2 കഴിഞ്ഞ് പൊതുവെ മജോറിറ്റി ആൾക്കാരും ഒന്നെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാണ് ഇത് ചൂസ് ചെയ്യുന്നത്. ഇത് +2 കഴിഞ്ഞ് ചൂസ് ചെയ്യുവാണെങ്കിൽ
പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് എക്സാം എഴുതാൻ വേണ്ടി പറ്റുക. അപ്പം ഒരു 6 മാസം മുമ്പ് തന്നെ +2 +1 +2 തന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കൊരു നല്ല ടൈം കൂടെ കിട്ടും ഇത് പഠിച്ചു തീർക്കാൻ വേണ്ടി. നമ്മുടെ എല്ലാവരും ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും നേരത്തെ സെറ്റിൽ ആവണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. അപ്പോൾ ഇതിനൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു 6 മന്ത്സ് മുമ്പ് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയൊരു ക്വസ്റ്റ്യൻ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതെ, ഒന്നും കൂടെ ചോദിക്കാം. ലൈക്ക് ഇപ്പോൾ ഈ +1 +2 ഒക്കെ പഠിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കോഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഓവർലോഡ് ആവോ, അതോ എങ്ങനെ അപ്പോൾ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകും? എന്തായിരിക്കും സംഭവം? ഇപ്പോൾ ഒരു കൊമേഴ്സ് കഴിയുന്ന സ്റ്റുഡൻറ്റിനെ കൊമേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിത് ഒപ്പം ചെയ്യുമ്പം ശരിക്കും അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ +1 +2 കൊമേഴ്സിൻ്റെ ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതിൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം +1 +2 ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ലെവൽ കൂട്ടിയായിരിക്കും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ +1 +2 നല്ല മാർക്കോടെ പാസ്സാകാനുള്ള ഒരു ഹെൽപ്പ് കൂടിയാണ് വരുന്നത്. ഇനിയിപ്പോൾ സയൻസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ പൊതുവേ സയൻസ് മടുത്തു, ഇനിയൊരു ഫീൽഡ് മാറാം എന്നുള്ളവരായിരിക്കും ഈ ഒരു കോച്ചിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചാണെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഈ ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടും. അപ്പോൾ സാർ എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ട് എന്തായാലും ഇവിടെ ചേർത്താൻ തീരുമാനിച്ച്, കുഞ്ഞു പഠിക്കണം ഉറപ്പില്ല. അപ്പോൾ ഇവിടെ ഏതായാലും ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും ഇതിലേക്കുള്ള ചേരാൻ പറ്റുക? അതായത് ഇവൾക്ക് ഇപ്പം എങ്ങനെ ചേരാൻ പറ്റും? അപ്പം ആ ഒരു കാര്യം ഞാനിപ്പം പിള്ളേർക്ക് ബ്രേക്ക് കൊടുത്തിട്ട് വന്നതാണ്, പിള്ളേരവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നമുക്ക് മുഹമ്മദ് സാറ് ഉണ്ട്. മുഹമ്മദ് സാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പ്ലീസ് കം മുഹമ്മദ് സാർ. കാരണം സാർ ഭയങ്കര ബിസി. ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ശല്യപ്പെടുത്തി തരാം. ഇയാളും താങ്ക് യു സാർ. മതിയായിരുന്നൊക്കെ. ഓക്കെ സാർ പോയിക്കോളൂ. മുഹമ്മദ് സാർ വെൽക്കം. മുഹമ്മദ് സാർ, ഐ എം സാലി. അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കാൻ പോവാം. എന്തായാലും തീരുമാനിച്ചു. ഇനി ഡ്യൂട്ടി പഠിച്ച് വളരെ നല്ല കുട്ടിയായിട്ട് വളർന്നു വരണം എൻ്റെ ആഗ്രഹം. സോ ഞാൻ ഡിഗ്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും ഈ കോഴ്സ്? യെസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദർശ് സാറ് ഇന്ത്യൻ കോഴ്സസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഇന്ത്യൻ കോഴ്സസും ഉണ്ട്, ഇന്റർനാഷണൽ കോഴ്സസും ഉണ്ട്. ഈ എല്ലാ കോഴ്സും ആഫ്റ്റർ ഡിഗ്രിയും ചെയ്യാം, ആഫ്റ്റർ +2 ചെയ്യാം, ഈവൻ 10th ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഉള്ളൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരുന്നത്. അന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നീട് കുട്ടികൾ +2 ശേഷം ജോയിൻ ചെയ്ത് തുടങ്ങി. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് വരാൻ പോകുന്നത് 10th ശേഷം. കാരണം ആൾക്കാർ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാനുള്ള, പെട്ടെന്ന് തന്നെ ജോലി എടുക്കുക, ക്യാഷ് ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സൊക്കെ നമുക്കിപ്പോൾ ഈ എല്ലാ കോഴ്സും ആഫ്റ്റർ ഡിഗ്രി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ CA ആയാലും CMA ആയാലും CS ആയാലും ഇനി ഇൻ്റർനാഷണൽ കോഴ്സായിട്ടുള്ള ACCA CMA US ഇതേപോലത്തെ കോഴ്സൊക്കെ നമുക്ക് ആഫ്റ്റർ ഡിഗ്രിയും ചെയ്യാം, +2 ചെയ്യാം, ദെൻ 10th കഴിഞ്ഞിട്ട് +2 ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി ഡിഗ്രിയുടെ കൂടെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി സെറ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നത് ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ വരികയാണെങ്കിൽ ഒന്ന് അവർക്ക് വേണ്ട കോഴ്സ് ഏതാണോ അത് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കൊടുക്കും. അത് അവരുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ചില ആൾക്കാർക്ക് എബ്രോഡ് പോയിട്ട് സെറ്റിൽ ചെയ്യാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് കോഴ്സ് ചൂസ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓപ്റ്റ് ചെയ്ത് വരുന്നവരുണ്ട്. അല്ലാതെ വരുന്ന കുട്ടികൾ ഇപ്പോൾ ഏത് കോഴ്സ് ചൂസ് ചെയ്താലും ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും ചെയ്യും. അതോടൊപ്പം തന്നെ ഡിഗ്രിയും കൂടി രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവർക്ക് ഈ ഒരു എന്തായാലും ഈ കോഴ്സിനൊക്കെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അവർ ഇൻവെസ്റ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് ഡിഗ്രിയും ക്വാളിഫൈ ചെയ്യാൻ പറ്റും, പ്ലസ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇപ്പോൾ ACCA പോലുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഡിഗ്രീൻ്റെ കൂടെ തന്നെ ACCA ചെയ്യാം. അതെടുക്കുമ്പോൾ ഇപ്പം നമുക്ക് 13 പേപ്പർ ACCAയിലുള്ളത്, അതിൽ 9 പേപ്പർ എക്സംഷൻ കിട്ടുന്നതുണ്ട്. ഇനി ഈവൻ MBA ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ MBA + ACCA എന്നുള്ളൊരു സ്കീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാർ ഞാനിങ്ങനെ കേട്ടു ഈ ACCA ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സെറ്റാണോ? പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടോ? പിന്നെ ആണോ മെയിൻ ആഗ്രഹം? അപ്പോൾ എന്താണ് ഇപ്പോൾ ACCA എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ CA എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്ലോബൽ ബോഡിയാണ്, അല്ലെങ്കിൽ UK ബേസ്ഡ് ബോഡിയാണ് ACCA എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചെയ്യുന്ന വർക്ക് സ്പേസ് എന്താണോ അത് തന്നെയാണ് ACCAക്കാരുടെ വർക്ക് സ്പേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എബ്രോഡൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ CA എടുക്കണോ ACCA എടുക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ACCA എടുത്തെന്നുള്ളത്. കാരണം ഇന്ത്യൻ കോഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അത് ഗ്രൂപ്പായിട്ട് ഓരോ സബ്ജക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അതേസമയം ACCA ഇന്ത്യൻ കോഴ്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ പേപ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ 13 പേപ്പേഴ്സിൽ ഒന്നാമത്തെ പേപ്പർ കഴിഞ്ഞാൽ അടുത്ത പേപ്പർ ചെയ്താൽ മതി. എന്നാൽ ഇന്ത്യൻ കോഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇന്ത്യൻ കോഴ്സിനൊക്കെ ഗ്രൂപ്പ് സിസ്റ്റം, 3 പേപ്പർ 4 പേപ്പർ ഒരുമിച്ച് എഴുതണം. മറ്റൊന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് എഫേർട്ട് വൈസ് ഫ്ലെക്സിബിൾ ആണ്, എളുപ്പം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഫ്ലെക്സിബിൾ ആണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പുറത്തു പോകുമ്പോൾ ഒരേ സ്പേസ് തന്നെ കിട്ടുക. ഇവിടുത്തെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒരു ACCA-കാരനും പുറത്തുപോയിട്ട് വർക്ക് ചെയ്യുന്ന സ്പേസ് എന്താണ്, സെയിം ആണ്. അതോടൊപ്പം തന്നെ 180ഓളം രാജ്യങ്ങളിൽ ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഓക്കെ, ക്ലിയർ ആയില്ല, ആ കാര്യത്തിന് ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ സാർ ഇതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? എത്ര കാലം ഇവള് പഠിക്കേണ്ടി വരും? പാവം കുട്ടിയെ കണ്ട ഒരു കോലം തന്നെ കണ്ടില്ല, അപ്പം ഓവറായിട്ട് എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. നമ്മള് ഡ്യൂറേഷൻ പറയുമ്പോൾ പൊതുവെ ഇന്ത്യൻ കോഴ്സൊക്കെ ഒരു 3 to 4.5 years ആണ് ഡ്യൂറേഷൻ വരിക. ഈവൻ ACCA ആണെങ്കിലും ഒരു ഏറ്റവും ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരു 2 years, എന്നാലും അത് 3 years തന്നെ നമ്മൾ കാണണം. അത് ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ആയിട്ടാവാം, ഡിഗ്രി ആയിട്ടാവാം, വാട്ടെവർ ഇറ്റ് ഈസ്. എന്നാൽ ചില കുട്ടികളൊക്കെ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ ഓൾറെഡി ഒരു ഏജായി, ഇനി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ തോന്നുന്നവർക്ക് ഒരു നല്ലൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അത് കഴിഞ്ഞ ഒരാളിനെ പറയുന്നതായിരിക്കും. കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. അതന്നെ അതന്നെ. അപ്പം എനിവേ ഇത്ര നേരം ബുദ്ധിമുട്ടിച്ചു. താങ്ക് യു. ഓക്കെ, കണ്ടത് സന്തോഷം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നമ്മളെ നുഹ്മാൻ സാർ എത്തിയിട്ടുണ്ട്. ഹായ്. സോ ഞാൻ സാലിഹ, ഇവളാണ് സ്റ്റുഡന്റ് ആകുന്നത്. സോ ഡ്യൂറേഷൻ കുറഞ്ഞ കോഴ്സിനെ പറ്റി ഒന്നും പറയാലോ? അതുകൊണ്ട് കേട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ. നമുക്ക് ഡ്യൂറേഷൻ കുറഞ്ഞ കോഴ്സ് പറയുമ്പോൾ CMA USA എന്ന് പറയും. CMA USA എന്ന് പറയുമ്പോൾ IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ USA-ലുള്ള ഒരു ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 year ഡ്യൂറേഷനേ വരുന്നുള്ളൂ. ഓക്കെ, 1 year ഡ്യൂറേഷനാണ് വരുന്നത്. 1 വർഷം കൊണ്ട് കഴിയും. ഈ ഒരു കോഴ്സിൽ നമുക്കാകെ 2 പാർട്ട് എക്സാമേ വരുന്നുള്ളൂ. അപ്പോൾ 2 പാർട്ട് എക്സാം എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സാമിൽ നമുക്കൊരു 72% സ്കോർ ചെയ്താൽ പാസ്സാവും. അങ്ങനെ 2 പാർട്ട് എക്സാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1 വർഷമാണ്. ഈ 1 വർഷം കൊണ്ട് നമ്മളിത് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ? CMA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു മാനേജ്മെൻറ്റ് ഫീൽഡിലുള്ള ഏകദേശം എല്ലാ പൊസിഷനിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റ് ഫീൽഡ്, റിസ്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരെ ഉള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ 3rd year ആണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1 year ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ III എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി കഴിയുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം. സോ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും കൂടി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അതിന് നമുക്ക് ഇൻറ്റേൺഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് എന്താണ് ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമുക്കിത് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പഠിക്കാം. ജസ്റ്റ് ഒരു 1 year കൊണ്ട് ജോബിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സോ ഇന്ന് വരുന്ന എല്ലാ സാർമാർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ട്, ഒക്കെ മുടക്കിയിട്ട് വരുന്നതാണ്. അപ്പം കുഞ്ഞു ഓൾ ദ ബെസ്റ്റ്. നമ്മളിവിടെ അവിടെ തന്നെ ചേർക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള IIIനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവരുടെ വെബ്സൈറ്റും കൊടുക്കുക. അവിടെ ചെന്നാൽ ഇനി ഇതിലും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയും. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമുക്ക് പോയാൽ അപ്പോൾ നാളെ കാണാം. ഓക്കെ, പീസ്.